മാലിന്യം വലിച്ചെറിയുന്നത് തെളിവോടുകൂടി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പാരിതോഷികം ലഭിക്കും. ചുമത്തുന്ന പിഴയുടെ 4/1 തുക പാരിതോഷികമായി നൽകുകയും ചെയ്യും. നേരത്തെ ഇത് 25,000 രൂപ പാരിതോഷികം എന്നായിരുന്നു. ആ പരിധിയാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. ഇങ്ങനെയാകുമ്പോൾ ഗുരുതരമായ കുറ്റകൃത്യം തെളിവോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഉയർന്ന പാരിതോഷികം ലഭിക്കുന്നതായിരിക്കും. കുറ്റക്കാർ ചുമത്തുന്ന പിഴത്തുകയുടെ 4/1 വിവരം നൽകുന്നവർക്ക് ഇനി മുതൽ ലഭിക്കും. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ, NSS, SPC കേഡറ്റുകൾ, കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാ വിഭാഗത്തെയും ഈ നിരീക്ഷണ സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ കഴിയണം. മാലിന്യം വലിച്ചെറിയുന്നതും പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം സംബന്ധിച്ച് ധാരാളം പരാതികളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കുറവ് വയനാട് ജില്ലയിൽ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത്. മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിലവിൽ 5,000 രൂപ വരെയാണ് പിഴ ഈടാക്കുന്നത്. മലിനജലം പൊതുസ്ഥലത്തേക്കോ ജലാശയങ്ങളിലേക്കോ ഒഴുക്കിയാൽ 5,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴ നൽകുന്നതുമായിരിക്കും. കൂടാതെ മാലിന്യമോ ചവറോ വിസർജ്യ വസ്തുക്കളോ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നത് 10,000 മുതൽ 50,000 രൂപ വരെ പിഴ ഈടാക്കുകയും 6 മാസം മുതൽ 1 വർഷം വരെ തടവും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. നിരോധിത പ്ലാസ്റ്റിക് വിൽപ്പന നടത്തുന്നതിന് 10,000 മുതൽ 50,000 രൂപ വരെ പിഴ ഈടാക്കുന്നതായിരിക്കും. മാലിന്യമോ വിസർജ്യ വസ്തുവോ അനധികൃതമായി വാഹനങ്ങളിൽ കടത്തിയാൽ വാഹനം പിടിച്ചെടുക്കലും കണ്ടുകെട്ടലും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതും ആയിരിക്കും. മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ വാട്സ്ആപ്പ് നമ്പറിലൂടെ തെളിവ് അയക്കാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതും കത്തിക്കുന്നതുമൊക്കെ ഒഴിവാക്കുക. നേരത്തെ ഈ വിവരങ്ങൾ നൽകുന്നവർക്ക് 25,000 രൂപയാണ് പാരിതോഷികമായി നൽകിയിരുന്നത്. എന്നാൽ ഇനി മുതൽ പിഴയുടെ അടിസ്ഥാനത്തിലായിരിക്കും വിവരം അറിയിച്ചവർക്ക് പാരിതോഷികം നൽകുക. 50,000 രൂപ വരെ പിഴ ഈടാകുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും മറ്റും ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഇക്കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ നടപടി സ്വീകരിച്ചിട്ടുള്ളത്.